രമേശ് ചെന്നിത്തലയ്ക്ക് അഭിനന്ദനങ്ങൾ അർപ്പിച്ച് കോഴിക്കോട്. ഫ്ലക്സ് കോഴിക്കോട് മാനാഞ്ചിറ ബാങ്ക് റോഡിലാണ് ഫ്ലക്സ് പ്രത്യക്ഷപ്പെട്ടത്. കോട്ടയത്തും കണ്ണൂരുമൊക്കെ കെ.സി. വേണുഗോപാലിനെ അനുകൂലിച്ചുകൊണ്ടുള്ള ഫ്ലക്സുകൾ പ്രത്യക്ഷപ്പെട്ടതിന് പിന്നാലെയാണ് കോഴിക്കോട് നഗരത്തിൽ രമേശ് ചെന്നിത്തലയ്ക്ക് അനുകൂലമായി ഫ്ലക്സുകൾ കൊണ്ടുവച്ചിരിക്കുന്നത്. ആരാണ് ഇത്തരത്തിലൊരു ഫ്ലക്സ് ഇവിടെ വെച്ചത് എന്നതിനെ സംബന്ധിച്ചുള്ള വ്യക്തതയില്ല. ഏതായാലും ഇന്നലെ തിരഞ്ഞെടുപ്പ് ഫലം വന്നതിന് തൊട്ടു പുറകിലാണ് രമേശ് ചെന്നിത്തലയെ അനുകൂലിച്ചുകൊണ്ട് ഇത്തരത്തിലൊരു ഫ്ലക്സ് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. ഈ ഫ്ലക്സിൽ രമേശ് ചെന്നിത്തലയുടെ വലിയൊരു ചിത്രമുണ്ട്, ഒപ്പം മറ്റു നേതാക്കളുമുണ്ട്. ചെന്നിത്തലയുണ്ട്, സണ്ണി ജോസഫ് ഉണ്ട്, കെ.സി. വേണുഗോപാലുണ്ട്, ദീപാദാസ് മുൻഷിയുണ്ട്, ഈ പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഗാർഗയും സോണിയാഗാന്ധിയും ഒക്കെ എല്ലാ നേതാക്കളും ഉൾപ്പെടുന്ന ഒരു ഫ്ലക്സ് ആണ്. ഏതായാലും ഫ്ലക്സിൽ പറയുന്നത് UDF-നെ വൻ വിജയത്തിലേക്ക് നയിച്ച പ്രചാരണ സമിതി ചെയർമാൻ രമേശ് ചെന്നിത്തലയ്ക്ക് അഭിനന്ദനങ്ങൾ അർപ്പിക്കുന്നു എന്നുള്ളതാണ് ഫ്ലക്സിൽ പറയുന്നത്. ഏതായാലും ഈ ആരാകും മുഖ്യമന്ത്രി എന്നുള്ള ചർച്ചകളൊക്കെ ചൂട് പിടിക്കുന്നതിനിടയിലാണ് രമേശ് ചെന്നിത്തലയുടെ വലിയൊരു ചിത്രം പതിച്ചിട്ടുള്ള വലിയൊരു ഫ്ലക്സ് കോഴിക്കോട് നഗരത്തിൽ ഇത്തരത്തിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഒരുപക്ഷെ ചെന്നിത്തലയാണ് മുഖ്യമന്ത്രിയാകാൻ കൂടുതൽ യോഗ്യൻ എന്നുള്ളതായിരിക്കാം ഈ ഫ്ലക്സ് കൊണ്ട് വെച്ചവർ ഉദ്ദേശിക്കുന്നത്. ഇതാദ്യമായിട്ടല്ല ചെന്നിത്തലയെ അനുകൂലിച്ചുകൊണ്ട് നഗരത്തിൽ ഇത്തരത്തിലുള്ള ഫ്ലക്സുകൾ കാണുന്നത്. നേരത്തെ ഈ കഴിഞ്ഞ മാസം, അതായത് മാർച്ച് അവസാന വാരം കോഴിക്കോടത്തെയും മലപ്പുറത്തെയും UDF സ്ഥാനാർത്ഥികളെ അണിനിരത്തിക്കൊണ്ട് കടപ്പുറത്ത് വലിയൊരു മഹാറാലി നടന്നിരുന്നു. അന്ന് മല്ലികാർജ്ജുൻ ഖാർഗെയായിരുന്നു ഈ റാലിയിൽ പങ്കെടുത്തത്. അപ്പോൾ അദ്ദേഹം വരുന്നതിന് മുന്നേ ഈ കോഴിക്കോട് ജില്ലയിലെ പല ഭാഗത്തും, പ്രത്യേകിച്ച് ബീച്ചിൽ ഉൾപ്പെടെ രാഹുൽ ഗാന്ധിയെയും രമേശ് ചെന്നിത്തലയും ഉൾപ്പെടുത്തിക്കൊണ്ട് വലിയ ഫ്ലക്സുകളും പോസ്റ്ററുകളും ഒക്കെ ഉണ്ടായിരുന്നു. ആ പരിപാടിയിൽ, കടപ്പുറത്ത് നടന്ന ആ മഹാറാലിയിൽ ചെന്നിത്തലയുടെയും അതോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധിയുടെയും തൊപ്പികളും അതോടൊപ്പം വിശറികളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് പിന്നെ നേതൃത്വം ഇടപെട്ട് അന്ന് ആ പരിപാടിയിൽ നിർത്തിവെക്കുന്ന ഘട്ടമുണ്ടായിരുന്നു. ഏതായാലും കൂടുതൽ യോഗ്യൻ ഒരു പക്ഷേ VD സതീശിനേക്കാളും കെ.സി. വേണുഗോപാലിനേക്കാളും കൂടുതൽ യോഗ്യൻ ഒരു പക്ഷേ ചെന്നിത്തലയായിരിക്കാം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എന്നുള്ളതാണ് ഈ ഫ്ലെക്സ് കൊണ്ടുവച്ചേറെയായാലും ഉദ്ദേശിക്കുന്നത്.